ഹായ് ഫ്രണ്ട്സ്, ബൂനി അനലറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേരിയബിൾ ഇൻഫ്ലേഷൻ ഫാക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ കൊളാബിൽ ഈ മൾട്ടി കൊളിനിയാരിറ്റിനെ ഡിറ്റക്ട് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഓൾറെഡി എല്ലാം ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. വീഡിയോ ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വേരിയബിൾ ഇൻഫ്ലേഷൻ ഫാക്ടർ വെച്ചിട്ട് നമുക്ക് ഇത് ഓരോ ഫീച്ചേഴ്സിൻ്റെ നമ്മൾ വേരിയബിൾ ഇൻഫ്ലേഷൻ ഫാക്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ഇത് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫീച്ചേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ്, മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടോ അതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും അങ്ങനെ അപ്പോൾ അതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വേരിയബിൾ ഇൻഫ്ലേഷൻ ഫാക്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിവിടെ നമ്മൾ അത്യാവശ്യം ആവശ്യമുള്ള എല്ലാ ലൈബ്രറിയും ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ദെൻ ഇമ്പോർട്ട് ചെയ്തതിനു ശേഷം എക്സ് നമ്മൾ എന്താക്കിയെടുത്ത് സെല്ലിംഗ് പ്രൈസ് ഒഴികെയുള്ള എല്ലാ ഫീച്ചേഴ്സിനെയും എടുത്ത് എക്സ് ആക്കി. വൈ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് അഥവാ സെല്ലിംഗ് പ്രൈസ്. ദെൻ നമ്മൾ എക്സ് ടെസ്റ്റ്, വൈ ടെസ്റ്റ്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് യൂസ് ചെയ്തിട്ട് 1713 എന്നുള്ള രീതിയിൽ ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങിനും വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തു. ദെൻ ഇത് രണ്ടും റൺ ചെയ്ത് പിന്നെ ഞാൻ സ്കേലർ സ്റ്റാൻഡേർഡ് സ്കേലർ ഒരു ബ്ലാങ്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് എന്തായി സ്കേലർ ഫിറ്റ് ട്രാൻസ്ഫോമിനെ ട്രെയിൻ ചെയ്തതിന് ശേഷം നമുക്കറിയാം എക്സ് അണ്ടർസ്കോർ എസ് എന്നുള്ളതിലേക്ക് ഞാൻ OLS മെത്തേഡിലേക്ക് ആവശ്യമുള്ള ആ വണ്ണിനെ ആഡ് ചെയ്തു. വൺ കോൺസ്റ്റന്റിനെ ആഡ് ചെയ്യാണ് ഇത് കൊണ്ട് ചെയ്യുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള അതിൻ്റെ മുന്നിലുള്ള വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതാക്കിയതിന് ശേഷം SM അണ്ടർസ്കോർ മോഡൽ എന്നുള്ള ഇതിലേക്ക് നമ്മൾ OLS മെത്തേഡിനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് റൺ ചെയ്ത് ദെൻ SM അണ്ടർസ്കോർ മോഡൽ ഡോട്ട് സമ്മറി എടുത്തു. ഓക്കെ, സമ്മറി എടുക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് എല്ലാ വാല്യൂസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പി വാല്യൂ ഒക്കെ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ മെയിനായിട്ട് അഡ്ജസ്റ്റ് ആസ്കറിൻ്റെ വാല്യൂ 3.940 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി വി എഫ് ഇത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ചെയ്തതാണ്. ഇനി വി എഫിനെ നമുക്ക് യൂസ് ചെയ്യണം. വി എഫ് യൂസ് ചെയ്ത് ഫീച്ചേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഓരോ ഫീച്ചേഴ്സിനെയും വി എഫ് നമ്മൾ ഇതാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യണം. വി എഫിൻ്റെ ഫ്രം സ്റ്റാറ്റ്സ് മോഡൽ ഡോട്ട് സ്റ്റാറ്റ്സ് ഡോട്ട് ഔട്ട്ലിയർ ഇൻഫ്ലുവൻസ് ഇമ്പോർട്ട് വാരിയൻസ് ഇൻഫ്ലേഷൻ ഫാക്ടർ. ഓക്കെ, ഇതാണ് ആ ലൈബ്രറി. ഈ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുക. ദെൻ ബ്ലാങ്ക് ഡാറ്റ സെറ്റ് നമ്മൾ ക്രിയേറ്റ് വി എഫ് സീക്വൽ ടു PD ഡോട്ട് ഡാറ്റ ഫ്രെയിം. ഒരു ബ്ലാങ്ക് ഡാറ്റ ഫ്രെയിമിന് വി എഫിൻ്റെ അണ്ടറിൽ നമ്മൾ ലോഡ് ചെയ്ത് വെച്ചു. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്ത് x_t സീക്വൽ ടു PD ഡാറ്റ ഫ്രെയിം str സ്കെയിൽഡ് കോളം ട്രെയിൻ ഡോട്ട് കോളംസ് അത് കൊടുത്തു. എന്നിട്ട് ഇത് റൺ ചെയ്തു. അപ്പോൾ S_t നമുക്ക് എന്ത് കിട്ടി? നമ്മളെ ഡാറ്റ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബ്ലാങ്ക് ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഡാറ്റ ഫ്രെയിം ലോഡ് ചെയ്തിട്ട് S_t ആക്കി. അപ്പോൾ ഡാറ്റ ഇവിടെ കിട്ടി. ഇനി വി എഫ് ഓഫ് ഫീച്ചേഴ്സ് ഈക്വൽ ടു x_t ഡോട്ട് കോളം. അഥവാ വി എഫിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ എന്തിനെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്? ഇതിലെ S.t എന്നില്ലേ, അതാ S.t ഇതിലെ ഈ ഓൾ ഫീച്ചേഴ്സിന് നമ്മൾ ഇതിൻ്റെ കോളംസ് ആക്കി ആ കോളംസിന് ഫീച്ചേഴ്സ് കോളംസ് നെയിമിന് നമ്മൾ എന്താക്കിയെടുക്കും? വി എഫിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് എടുത്ത്. അപ്പോൾ വി എഫ് പിന്നെ ഇത് വി എഫ് റൺ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം. ഇത് റൺ ചെയ്യണം.
നെക്സ്റ്റ് VF റൺ ചെയ്താൽ നമ്മളെ ഫീച്ചേഴ്സ് മാത്രം കിട്ടും, അഥവാ ഇയർ, കിലോമീറ്റർ, ആ കോളംസ് നെയിം മാത്രം ഇവിടെ കിട്ടും. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ VFന്റെ ഫീച്ചേഴ്സിനെ നമ്മൾ ഒരു ഫോർ ലൂപ്പിലിട്ട് റൺ ചെയ്യും. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ ചെയ്തത്. VF വാരിയസ് ഇൻഫ്ലേഷൻ ഫാക്ടർ ഡോട്ട് ടി ഈ ലൈബ്രറിയിലെ ഫംഗ്ഷനിലിട്ടിട്ട് ഈ VFന്റെ ഫീച്ചേഴ്സിനെ റൺ ചെയ്യും. ഓക്കെ, ഇന്ന് റൺ ചെയ്തതിന് ശേഷം s_t.shape എത്രയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 13,874 17 കോളംസും ഉണ്ട്. ദെൻ നമുക്ക് ഓൾറെഡി നമുക്കറിയാം VF എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് VF വാല്യൂ ഇവിടെ കിട്ടും. മനസ്സിലായില്ലേ? VF വാല്യൂ ഇവിടെ കിട്ടും. VF എന്ന് പറഞ്ഞാൽ ഇയേഴ്സിൻ്റെ ഇൻഫിനിറ്റി ആണ്. പിന്നെ അതുപോലെ തന്നെ കിലോമീറ്റർ 1.1 ആണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് VFന്റെ ഒരു സ്റ്റാൻഡേർഡ്, നമ്മൾ VFന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നമ്മളെ ഫീച്ചേഴ്സിനെ നമ്മൾ ഇതാക്കുന്നത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം. VFന്റെ ഒരു ജനറൽ അസംഷൻ ഉണ്ട്. VF ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ നമ്മൾ അത് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ VF ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ നമ്മൾ ആ ഫീച്ചേഴ്സ് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ VF ഇൻ ബിറ്റ്വീൻ VF 5ൻ്റെയും 5ൻ്റെയും ബിറ്റ്വീൻ 5 and 10 ആണെങ്കിൽ നമ്മൾ അത് നമ്മൾ ആ ഫീച്ചേഴ്സ് എടുക്കും. ഓക്കെ, പിന്നെ VF >5 ആണെങ്കിൽ അത് ആ ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ VFനെ ഒരു ജനറലി നമ്മൾ എടുക്കൽ. ഓക്കെ, അപ്പോൾ ആ ഒരു പർപ്പസാണ് നമ്മൾ ഇവിടെ VF കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇതാക്കിയത്. അപ്പോൾ ഇയർ എന്നുള്ളതിന് ഇൻഫിനിറ്റി ആണ് കിട്ടിയത്. ഓക്കെ, അതുപോലെ തന്നെ കിലോമീറ്റർ 1.19 അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. മൈലേജ് 3.2 ആണ്. ഓക്കെ, എൻജിന് 6.14 ആണ്. എന്നാലും അതിനെ നമുക്ക് എടുക്കാം. ഇൻഫിനിറ്റ് ഏജ് അതുപോലെ ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ജനറലി നമ്മൾ VF കൂടുതലുള്ളതിനെ നമ്മൾ എന്താക്കലാണ്, ഒഴിവാക്കലാണ്. ഇൻഫിനിറ്റ് 10 കൂടുതലൊന്നും നമ്മൾ ഒഴിവാക്കാൻ ചെയ്യില്ല. ഇനി അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എന്താക്കണം, ഇതിൽ കുറേ പോയിന്റുകൾ വന്നു. അപ്പോൾ അതിനൊന്ന് റൗണ്ട് ചെയ്യുക. അപ്പോൾ VF റൗണ്ട് ഓഫ് VF 2 ഡെസിമൽ പോയിന്റ് വെച്ച് റൗണ്ട് ചെയ്യും. പിന്നെ റൗണ്ട് ചെയ്താൽ മാത്രം പോരാ, അതിന് ഹയർ വാല്യൂ ഉള്ളത് മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിനൊന്ന് VFനെ ഒന്ന് സോർട്ട് ചെയ്ത് ഇതാണ് ഈ അസെൻഡിങ് വാൾസ് ആക്കിയാൽ ഡിസെൻഡിങ് ഓർഡറിൽ കിട്ടും. ദെൻ VF കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റി, ഇയർ, ഏജ് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അത് മുകളിലേക്ക് വന്ന് പിന്നെ പെട്രോളും ഡീസലും എന്നൊക്കെ ഉള്ളത് ആ ഫീച്ചേഴ്സ് ഏറ്റവും കൂടുതലുള്ളത് പൈലറ്റ്. അപ്പോൾ പെട്രോൾ ഡീസൽ എന്നുള്ളതിൻ്റെ സെല്ലിംഗ് പ്രൈസ് അത് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ VFൽ ഇപ്പോൾ 2 ഇൻഫിനിറ്റി വന്നില്ലേ, VFൽ നമ്മൾ നെക്സ്റ്റ് കാണുന്നത് വെച്ചാൽ ഇയർ ഇൻഫിനിറ്റി ആണ്, ഏജ് ഇൻഫിനിറ്റി. അപ്പോൾ ഒരു ഫീച്ചേഴ്സിന് നമ്മൾ ഒഴിവാക്കും. ഈ മൾട്ടിക്കോളിനിയായിട്ട് കണ്ടുപിടിക്കലാണ് നമ്മളെ ആവശ്യം. അപ്പോൾ ഇയറിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഇയർ എന്നുള്ളത് നമ്മൾ എന്താക്കി എടുക്കും,
ഔട്ട്പുട്ട് ആക്കി എടുത്തിട്ട് y ആയിട്ട് എടുത്തിട്ട് ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഇത് ഡിപ്പെൻഡന്റ് ആണോ നമ്മൾ നോക്കാൻ പോകുന്നത്. ആ സംഭവമാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഈ കോളംസ് 2 ഓൺവേർഡ്സ് ഷോർട്ട് ആയിട്ട് ഒരു വേരിയബിൾ കോളംസ് 2 എന്നുള്ള എടുത്തിട്ട് VF ഫീച്ചേഴ്സ് പിന്നെ ഒന്നിന് മാത്രം നമ്മൾ എന്താക്കി ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിന്റെ വാല്യൂ എടുത്തു. അപ്പോൾ കോളംസ് 2 ഫീച്ചേഴ്സിൽ അപ്പോൾ AG പെട്രോൾ അവിടെ നിന്ന് കിട്ടി. ഈ എയർ എന്നുള്ള മാത്രം ഒഴിവാക്കി കിട്ടി. ഓക്കെ, S2 ഈക്വൽ ടു പിന്നെ എന്താ PD ഡാറ്റ സ്കെയിൽ കോളം S10 കോളംസ് 2 ഈ ഇതിനെടുത്തിട്ട് S2ൽ നമ്മൾ റൺ ചെയ്തു ഡാറ്റ ഫ്രെയിം. ദെൻ ഈ S2ന് നമ്മൾ ഒരു ഈ ഫീച്ചേഴ്സ് ഇത് എത്ര ഫീച്ചേഴ്സുകൾ തമ്മിലുള്ളത് എത്ര ഫീച്ചേഴ്സുകളെല്ലാം ഇൻപുട്ടായിട്ട് നമ്മളെടുത്തു. മറ്റേതിന് കോളംസ് 2 മാത്രം അല്ല ഏജ് മാത്രം y ആയിട്ട് എടുത്ത്, സോറി ഇയർ മാത്രം y ആയിട്ട് എടുത്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ S2 SM-ലേക്ക് 1 ആഡ് ചെയ്ത് കൊടുത്തു. സെയിം നേരത്തെ മുകളിലേക്ക് ചെയ്ത അതേ സംഭവം ഇവിടെ 1 ആഡ് ചെയ്തിട്ട് SM_ മോഡലിലേക്ക് OLS മോഡലിലിട്ടിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് റൺ ചെയ്ത് പിന്നെ പ്രിന്റ് സമ്മറി. ഇതിൽ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഈ അഡ്ജസ്റ്റ് R² ഒരു ഇയർ എന്നുള്ള ഫീച്ചേഴ്സ് നമ്മൾ ഒഴിവാക്കിയിട്ട് ഔട്ട്പുട്ട് ആക്കി എടുത്തിട്ട് അഡ്ജസ്റ്റ് R² ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ബാക്കി ഫീച്ചേഴ്സ് ബാക്കി ഇതിന്റെ മെട്രിക്സുകളൊക്കെ ഉണ്ട്. അഡ്ജസ്റ്റ് R² 0.940 ആണ്. നമ്മളെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടായപ്പോഴും അതിന്റെ അഡ്ജസ്റ്റ് R² നമ്മൾ മുകളിൽ കണ്ടുപിടിച്ചിരുന്നു. ഇവിടെ സെയിം അഡ്ജസ്റ്റ് R² 0.940. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? അഡ്ജസ്റ്റ് R² ഇയർ എന്നുള്ള ഫീച്ചേഴ്സിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് പോലും അഡ്ജസ്റ്റ് R² കാര്യമായ ഡിഫറൻസുകളൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം ഇയർ എന്നുള്ള ഫീച്ചേഴ്സ് in both the operation adjust R² not updated. So we can say that we remove the not important features. Okay, അഥവാ ഇയർ എന്നുള്ള ഇതിനെ നമുക്ക് എന്താക്കാം, നോട്ട് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഫീച്ചേഴ്സ് ആണെന്ന് വെച്ചിട്ട് അതിനെ റിമൂവ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ നെക്സ്റ്റ് നമുക്ക് വീണ്ടും ഇയറിന് ഇപ്പോൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ അഡ്ജസ്റ്റ് R² കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മാനുവലായിട്ട് ഈ ഏജിനെ റിമൂവ് ചെയ്യും. ഏജിനെ ഔട്ട്പുട്ട് ആക്കി ഏജിനെ ഔട്ട്പുട്ട് y ആക്കിയിട്ട് ബാക്കി ഇയർ ബാക്കി എല്ലാ ഫീച്ചേഴ്സിനും നമ്മൾ ഇൻപുട്ട് ആക്കി എടുത്തിട്ട് VF കാൽക്കുലേറ്റ് അതിന് അഡ്ജസ്റ്റ് R² ഡിഫറൻസ് ഉണ്ടോ നോക്കും. അത് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, ഇതില്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് അല്ല. അപ്പോൾ ചേഞ്ച് ഉണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മൾ എന്താക്കും, അതിന് ഒഴിവാക്കും. അപ്പോൾ ഇതിങ്ങനെ മാനുവലായിട്ട് ഓരോന്നും ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ആസ്പെക്ട്സിൽ നമുക്ക് എന്താവില്ല, ഇത് പോസിബിൾ അല്ല. കാരണം 10, 100, 200 ഫീച്ചേഴ്സ് ഉണ്ടാവും നമുക്ക് ഡാറ്റ അനാലിസിസ് മെഷീൻ ലേണിംഗ് ചെയ്യുമ്പോൾ, പ്രോബ്ലം ചെയ്യുമ്പോൾ, ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഓട്ടോമേറ്റഡ് ചെയ്യണം ഈ പ്രോസസ്സിനെ. അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അഡ്ജസ്റ്റ് R² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.85 അതുവരെ ഈ നമ്മളെ ഈ പ്രോസസ്സ് ഉണ്ടല്ലോ, അഡ്ജസ്റ്റ് R² ഈ VF-ൽ വെച്ചിട്ട് ഫോർ ലൂപ്പ് വെച്ച് ചെയ്യുന്ന ഈ പ്രോസസ്സ് ഓട്ടോമാറ്റിക് ചെയ്യുന്നതിന് ഒരു കണ്ടീഷൻ വെച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കണ്ടീഷൻ വെച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൽ അഡ്ജസ്റ്റ് R² 0.85 വരെ, അതോ 85% വരെ അഡ്ജസ്റ്റ് R² ചേഞ്ചിങ് വരികയാണെങ്കിൽ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. അതേപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ VIF എത്ര ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0.5 വരെയും ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ചെയ്യാം.
ഈ രണ്ട് കണ്ടീഷൻ കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ ഓട്ടോമേറ്റ് ചെയ്യുക. അപ്പോൾ VAF ത്രെഷോൾഡ്, ഇതിന് പറയുന്നത് ത്രെഷോൾഡ് എന്നാണ്. ഈ ത്രെഷോൾഡ് രണ്ട് കണ്ടീഷനാണ്. VAF ത്രെഷോൾഡ് ഇക്വൽ ടു 5 കൊടുത്തു. R2 സ്കോറിന്റെ ത്രെഷോൾഡ് ഇക്വൽ ടു 0.85. ദെൻ I ഈസ് ഈക്വൽ ടു ഞാൻ എന്താക്കി 1 ആക്കിയിട്ട് പ്രീസെറ്റ് ചെയ്ത് വെച്ചു. ഫീച്ചേഴ്സ് റിമൂവ്ഡ് എന്നുള്ളത് ഞാൻ ഇയർ ആക്കിയിട്ട് കൊടുത്തു. ഓക്കെ, നേരത്തെ പോലെ തന്നെ ഇയർ. ദെൻ നമ്മളെ ലൈബ്രറീസ് നമുക്ക് ആവശ്യമുള്ള ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്തു. ദെൻ ഇനീഷ്യലൈസ് ചെയ്യണം. സെയിം നേരത്തെ മോഡൽ ചെയ്ത പോലെ തന്നെ കോളംസ് സ്ട്രെയിൻ കോളം ഡോട്ട് ലിസ്റ്റ് ഫീച്ചേഴ്സ് റിമൂവ്ഡ് ബ്ലാങ്ക് ആണ്. I is equal to 0. ദെൻ ഒരു വൈൽ ലൂപ്പ് കൊടുക്കും. വൈൽ ലൂപ്പ് കൊടുത്തിട്ട് വൈൽ ട്രൂ, ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ക്രിയേറ്റ് ഡാറ്റ ഫ്രെയിം ടു കറന്റ് ഫീച്ചേഴ്സ്. കറന്റ് ഫീച്ചേഴ്സിന്റെ അഥവാ ഇയറിന്റെ ഈ രണ്ട് കണ്ടീഷൻ മുകളിലെ VAF ത്രെഷോൾഡും R2 ഇതും ഓക്കെ ആണെങ്കിൽ ഇനീഷ്യലൈസേഷൻ ചെയ്തിട്ട് ശേഷം ഈ I എന്നുള്ളത് ഈ വൈൽ ലൂപ്പ് ട്രൂ ആണെങ്കിൽ ഈ കണ്ടീഷന് ഡാറ്റ ഫ്രെയിം കണ്ടീഷൻ ലോഡ് ചെയ്യും, അതിൽ റൺ ചെയ്യും. ഓക്കെ, ദെൻ കാൽക്കുലേറ്റ് VAF ഫോർ ഈച്ച് ഫീച്ചേഴ്സ്, അഥവാ നേരത്തെ മുകളിൽ ചെയ്ത പോലെ തന്നെ ആ സെയിം ഫോർ ലൂപ്പ് കൂടെ റൺ ചെയ്ത് റിമൂവ് ദ ടോപ്പ് ഫീച്ചേഴ്സ് വിത്ത് ഹൈയസ്റ്റ് VAF. നല്ല നമ്മളെ ആ കണ്ടീഷനിൽ ഹൈയസ്റ്റ് ഫീച്ചേഴ്സ് VAF ഉള്ളതിൻ്റെ എല്ലാം റിമൂവ് ചെയ്യും. ഓക്കെ, അതാണ് ഈ ഒരു ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റീബിൽഡ് മോഡൽ വിത്തൗട്ട് ദാറ്റ് ഫീച്ചേഴ്സ്, റിമൂവ് ചെയ്ത ഫീച്ചേഴ്സ് ഇല്ലാതെ ഒന്നുകൂടി റീബിൽഡ് ചെയ്യും. ദെൻ സ്റ്റോപ്പിംഗ് ദ കണ്ടീഷൻ VAF ലെസ് ദാൻ ത്രെഷോൾഡ് അഡ്ജസ്റ്റ് സ്കോർ ബിലോ ലിമിറ്റ് ആണെങ്കിൽ ഈ ഇഫ് ലൂപ്പ് വെച്ചിട്ട് നമ്മൾ ആ കണ്ടീഷൻ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. അതാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദ റിമൂവ്ഡ് ഫീച്ചർ റിമൂവ്ഡ് പ്ലസ് അപ്പൻഡ് നമ്മൾ I പ്ലസ് I1 അഥവാ ഈ ഫീച്ചേഴ്സ് മോഡിൽ നമ്മൾ എന്താക്കി വെച്ചിട്ടുണ്ട്, ബ്ലാങ്ക് ഒബ്ജക്റ്റ് ഉണ്ട്, ഇതിലേക്ക് ആ റിമൂവ്ഡ് ഫീച്ചേഴ്സ് എല്ലാം സ്റ്റോർ ചെയ്യും. അത്ര കാര്യങ്ങളാണ് ഇതിൽ ചെയ്യുന്നത്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ റൺ ചെയ്ത് കിട്ടി. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ ഇത് ലിസ്റ്റ് റിമൂവ്ഡിൽ ഏതൊക്കെ ഇയർ റിമൂവ് ചെയ്തിരുന്നു, പെട്രോൾ റിമൂവ് ചെയ്യുന്നു, ഗ്രേറ്റർ ദാൻ 5 എൻജിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ മുകളിൽ നോക്കാം. ഇതിൽ VAF എത്രയാണ്? പെട്രോളിന് ഗ്രേറ്റർ ദാൻ 18.04. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ 10ന്റെ മുകളിലേക്കുള്ളതെല്ലാം റിമൂവ് ചെയ്യും. ഓക്കെ, എന്നാൽ ഈ ഡീസലും അതേപോലെ 19.07. പക്ഷെ അത് റിമൂവ് ഡീസൽ ഇവിടെ ഇയർ പെട്രോള് ഗ്രേറ്റർ ദാൻ 5 ഉള്ളത് എൻജിന് ഇത്ര സാധനങ്ങൾ റിമൂവ് ചെയ്ത്, ചിലത് റിമൂവ് ചെയ്യൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റിമൂവ് ചെയ്യുന്നത് ഈ നമ്മളിവിടെ കൊടുത്ത അഡ്ജസ്റ്റഡ് ആർ സ്കോർ ഉണ്ടല്ലോ, 0.85%, പിന്നെ അതേപോലെ തന്നെ ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് മാത്രമേ റിമൂവ് ഉള്ളൂ. ഒന്ന് മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ റിമൂവ് ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ 4 ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുള്ളത്. പ്രിന്റ് VAF. ഓക്കെ, VAF പ്രിന്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിമൂവ് ചെയ്യാത്ത അതിലേക്ക് ആക്സെപ്റ്റ് ചെയ്ത എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടും. പ്രിന്റ് അസംബ്ലിയുടെ സമ്മറി, അതേപോലെ സമ്മറി എടുത്ത് നോക്കിയാൽ അഡ്ജസ്റ്റ് സ്കോർ എത്രയിലേക്ക് 0.83 അഥവാ 83% സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആഡ് കോൺസ്റ്റന്റ് സ്കെയിൽഡ്. ഇനി പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രൊഡിക്റ്റ് ചെയ്യുക. പ്രൊഡിക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ മോഡൽ പ്രൊഡിക്റ്റ് ചെയ്യുന്നു ഈ കോഡ് വെച്ചിട്ട്. എറേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് എറേഴ്സ്. ഓക്കെ, പിന്നെ ലീനിയാരിറ്റി നെക്സ്റ്റ് ഫീച്ചേഴ്സ് ആണ്.
മൾട്ടി കോളിനേറ്റിൻ്റെ അത് ഇതോടുകൂടി കഴിഞ്ഞു.